ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ബംഗളൂരുവിലെ SMVT റെയിൽവേ സ്റ്റേഷൻ 2022 ഇത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് ബീഹാർ, ബംഗാൾ, ആസാം ഭാഗത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണണ്ടേ. ഇതാണ് SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു എയർപോർട്ടിന്റെ പ്രതീതിയാണ്. 2022 ഈ സ്റ്റേഷന്റെ പണി പൂർത്തിയായത്. ഇവിടെ കാണാം ഐ ലവ് ബംഗളൂരു. ഈ സ്റ്റേഷൻ AC ആണെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. ഈ ഭാഗം മാത്രമേ AC ആയിട്ടുള്ളൂ. പ്ലാറ്റ്ഫോമിന് AC അല്ല. പിന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ട വണ്ടികളുടെ കുറച്ച് ലിസ്റ്റൊക്കെ കാണാം. ഈ രാവിലെ ഇവിടുന്ന് ബീഹാറിലേക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. സംഘമിത്ര എക്സ്പ്രസ് ഒക്കെ 9:15 ഇവിടുന്ന് പുറപ്പെടുക. പിന്നെ ഇവിടുത്തെ വൃത്തി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഈ ഭാഗത്തൊക്കെ കുറച്ചായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. കാരണം വൃത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം ഈ സ്റ്റേഷനിൽ കൂടുതലും ബീഹാർ, അതുപോലെ തന്നെ ആസാം, ബംഗാൾ ഈ ഭാഗത്തേക്കാണല്ലോ വണ്ടികളുള്ളത്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ഇതുവഴിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയേ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഈ ഭാഗമാണ് AC ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഇവിടെ AC ഒന്നുമില്ല, നല്ല ചൂടാണ്. ഒരുപാട് പേരുണ്ടല്ലോ, അതാകാം. പിന്നെ ഈ പുറത്തന്നെ ഒരുപാട് പേര് കിടക്കുന്നൊക്കെ കാണാം. ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തിതാ തെരുവ് പട്ടികളൊക്കെയാണ്. SMVTയിലാകെ 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ബീഹാറിലേക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. 314 കോടി രൂപ ചെലവിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. അതുപോലെ തന്നെ SMVT എന്ന് പറഞ്ഞാൽ സർ എന്നും, M എന്ന് പറഞ്ഞാൽ മോക്ഷഗുണ്ടം, അതുപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ വിശ്വേശ്വരായ, T എന്ന് പറഞ്ഞാൽ ടെർമിനൽ. അതായത് ഈ മോക്ഷഗുണ്ടം വിശ്വേശ്വരായ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാംഗ്ലൂരിലത്തെ മറ്റ് റെയിൽവേ സ്റ്റേഷനായ KSR ബംഗളൂരുവും യശ്വന്ത്പൂരൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും.